നമ്മൾ ഹനോയിലെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. നമ്മൾ ഹലോങ് ബേക്കാണ് പോകുന്നത്. വേൾഡ് ഹെറിറ്റേജ് ആണ് ഹലോങ് ബേ. അപ്പോൾ രാവിലെ നമ്മൾ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ നിന്നാണ് ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കേട്ടോ. സാധനം ഞാൻ കാണിച്ചു തരാം. അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളി സാധനമാണ്. 10,000 ഡോങ് മാത്രമേ ആയിട്ടുള്ളൂ. വളരെ ചീപ്പാണ്, ഒരു 50 രൂപ എന്തോ ആകത്തുള്ളൂ. വിയറ്റ്നാമീസ് ലോക്കൽസ് കഴിക്കുന്ന സാധനമാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. റൈസ് വെച്ചിട്ടുള്ള സാധനമാണ്, സ്റ്റിക്കി റൈസും അതേപോലെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ അടിപൊളി സാധനമായിരുന്നു. നമ്മുടെ ഹലോങ് ബേക്ക് പോകാൻ കേട്ടോ. ഇങ്ങോട്ട് നമ്മൾ താമസിച്ച ഹോസ്റ്റലിൻ്റെ അടുത്തോട്ട് ബസ് വരത്തില്ല. ബസ് വരാത്തതുകൊണ്ട് ഇത് നമ്മളൊരു ബൈക്കിനകത്ത് കയറ്റിയിട്ട് പുള്ളി ബസ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഓൺലൈനിലാണ് ഞാനിത് ബുക്ക് ചെയ്തത്. ഞാൻ ഇന്നലെ ബുക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഈ ബസ്സിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രീ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് അവർ ചോദിക്കും. ഞാനത് ഫ്രീ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് കൊടുത്തിരുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പിക്കപ്പ് കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ ബസ്സുള്ള ഭാഗത്തേക്ക് നമ്മൾ പോകേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ഹലോങ് ബേയിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അവിടെ നിന്നാണ് നമുക്ക് ക്രൂയിസാണ് കേട്ടോ നമ്മൾ പോകുന്ന ബസ്. അടിപൊളി ബസ്സാണല്ലോ. ഓക്കെ, നമുക്ക് ബസ്സിനകത്തേക്ക് കയറാം. ബസ്സിനകത്ത് ഒരു ഡ്രിങ്കിങ് വാട്ടർ ഇട്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ബസ്സിനകത്ത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഹലോങ് ബേയിൽ ക്രൂയിസിൻ്റെ ആ ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിന്റിലേക്കായിരിക്കും പോകുന്നത്. രാവിലെ ഇവിടെ ഫുള്ള് ഇങ്ങനെ ടൂറിസ്റ്റുകളെ പിക്കപ്പ് ചെയ്യാൻ വരുന്ന ബസ്സുകളാണ് കേട്ടോ. കണ്ടോ? Okay, so I know why you're sleepy here. Okay, ladies and gentlemen, welcome to Vietnam. Welcome to my name is Tung. T-U-N-G. Okay, and very people. നമ്മുടെ ബസ്സേ ഹൈവേയിൽ ഒരു സ്ഥലത്ത് ഒരു റെസ്റ്റ് റൂമുള്ള സ്ഥലത്ത് നിർത്തി കേട്ടോ. അപ്പോൾ ഇവിടെ രാവിലെ ഹോട്ടലിൽ നിന്ന് പിക്കപ്പ് ചെയ്തവരൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ടോയ്ലറ്റിൽ പോകണമെങ്കിലും ഫുഡ് കഴിക്കണമെങ്കിലും എല്ലാ കാര്യങ്ങളും ഉള്ളൊരു റെസ്റ്റിംഗ് ഏരിയ ആണ് കേട്ടോ. ഒരു 10 മിനിറ്റത്തേക്ക് ഇവിടെ സ്റ്റോപ്പുണ്ട്. നമുക്ക് ഹനോയിന്ന് ഹലോങ് ബേ വരെ ഏകദേശം 1.5-2 മണിക്കൂറത്തെ യാത്രയാണുള്ളത് കേട്ടോ. അപ്പോൾ തിരിച്ച് നമ്മൾ രാത്രി 8:45 തിരിച്ച് ഹനോയിൽ വരുള്ളൂ. ഫുഡും കാര്യങ്ങളും എല്ലാം ഈ ട്രിപ്പിൻ്റെ ഇൻക്ലൂഡഡ് ആണ്. എന്തുമാത്രം ബസ്സുകളാണെന്ന് കണ്ടോ, ഒരുപാട് ബസ്സുകളുണ്ട്. ഇത് ഹൈവേയിൽ ഇവിടെ എനിക്ക് തോന്നുന്നു വരുന്നത് മൊത്തം ടൂറിസ്റ്റുകളായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ബസ്സിൽ വന്നിട്ട് ബസ്സിലുണ്ടായിരുന്ന ഗൈഡ് നമ്മളെ വേറൊരാളിൻ്റെ അടുത്ത് ആക്കിയിട്ട് നമ്മൾ എവരെ കൂടെ ഫോളോ ചെയ്ത് പോകാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മളൊരു ഗ്രൂപ്പായിട്ടാണല്ലോ പോകുന്നത്. ബസ്സെല്ലാം അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അവരെ ഫോളോ ചെയ്ത് ഒന്ന് പേൾ എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കണം കേട്ടോ. നമുക്ക് ജസ്റ്റ് അവിടെ നിന്നിട്ട് അവർ പറയുന്നതെല്ലാം കേൾക്കാം. The nature pearl has a small size and a special shape. Oyster. Seafood, 1 tissue, 1 core inside. ഇതെന്താന്ന് വെച്ചാലേ ഇവർ ഈ പേള് എങ്ങനെയാണ് എടുക്കുന്നത്, അത് വെച്ചിട്ട് എങ്ങനെയാണ് ഈ നമ്മുടെ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷനാണ് അവർ കാണിച്ചത്. ഇവിടെ ഉള്ള പേൾസ് വെച്ചിട്ടുള്ള ഈ ജ്വല്ലറീസ് എല്ലാം നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഓയിസ്റ്ററിന് പേൾ എടുക്കുന്ന കാര്യങ്ങളും അതിൻ്റെ ഓരോ ക്വാളിറ്റി വൈസിട്ടുള്ള പ്രൈസും കാര്യങ്ങളും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഔട്ട് സൈഡിൽ വെയിറ്റ് ചെയ്തിരിക്കണം. അവിടെ നിന്നായിരിക്കും നമ്മൾ ഹലോങ് ബേക്ക് പോകും. നമ്മൾ പണ്ട് തായ്ലാൻഡിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഒരു പേൾ ഫാക്ടറി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കര വലുതായിരുന്നു, വലിയൊരു പേൾ ഫാക്ടറി ആയിരുന്നു. ഹലോങ് ബേയുടെ ചെക്ക് ഇൻ പോയിന്റിലെത്തി കേട്ടോ. ഇവിടുന്ന് ബോട്ടാണ്. അപ്പോൾ ഇവിടുത്തെ നമ്മൾ സെക്യൂരിറ്റി ചെക്കിനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും അകത്ത് നമ്മൾ ബോട്ടിനകത്തേക്ക് കയറ്റുന്നത്. ബോട്ടല്ല, ക്രൂയിസ് ഷിപ്പാണ് കേട്ടോ. ഇതിനറിയാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ബാക്കിൽ വെച്ചേക്കുന്ന സാധനങ്ങളോ. അപ്പോൾ ഇത് നോക്കിപ്പോയാൽ അടിപൊളിയാണല്ലോ. നമുക്ക് നമ്മളെ ഗൈഡിനെ ഫോളോ ചെയ്ത് കൂടെ പോവാം. ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാം കേട്ടോ. ആ കൗണ്ടിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് ചാർജൊക്കെ ഭയങ്കര കൂടുതലാണ്. ഞാൻ ഈ ട്രിപ്പിന് ടോട്ടൽ എക്സ്പെൻസ് കൊടുത്തത് $50, $50 കേട്ടോ. ടിക്കറ്റ് കയറുന്ന പോലെ തന്നെയാണ് കേട്ടോ. നമുക്ക് അതേ ഒരു ടിക്കറ്റ് തന്ന് ഈ ടിക്കറ്റ് കണ്ടോ, ഇതാണ് ക്രൂയിസിൻ്റെ ടിക്കറ്റ്. ഇത് നമ്മൾ അവിടെ സെക്യൂരിറ്റി ചെക്ക് ഇൻ പോയിന്റ് ഉണ്ട്, അവിടെ കൊടുത്ത് നമ്മൾ ടിക്കറ്റ് കാണിച്ച ശേഷം തിരിച്ചങ്ങ് കൊടുക്കണം. ഓക്കെ, കാണുന്നതാണ് കേട്ടോ നമ്മുടെ ബോട്ട് തന്നെ, സ്റ്റെല്ലാ മറൈസ്. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇതിനകത്തേക്ക് കയറാം. ഓക്കെ, ഇവിടെ ബോട്ടിൽ കയറാനൊന്നും വെള്ളത്തിലൊന്നും നമ്മൾ ചാടേണ്ട കാര്യമൊന്നും കേട്ടോ. ഓക്കെ, നമുക്കും അകത്തേക്ക് കയറാം. അടിപൊളി ലക്ഷറിയസ് ബോട്ടാണല്ലോ. ബോട്ടിനകത്ത് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബസ്സിൽ വന്നവർ മാത്രമല്ല കേട്ടോ, വേറെ ഒരുപാട് ബസ്സുകളിൽ വന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ആൾക്കാരെല്ലാവരും കയറ്റിയിട്ടുണ്ട്. ഈ നിൽക്കുന്നതെങ്കിൽ തന്നോട്ടോ, ഒരു ലെമൺ ടീ ആണെന്ന് തോന്നുന്നു. ഫുഡാണ് കേട്ടോ
കേട്ടോ, ഒരുപാട് ഫുഡ്സ് ഐറ്റംസ് ഉണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഓയിസ്റ്റർ ട്രൈ ചെയ്യാൻ പോകുന്നത്. പിന്നെ സീ ഫുഡിൻ്റെ കുറേ സാധനങ്ങളുണ്ട്. എന്തായാലും കഴിച്ചു നോക്കാം. നമ്മുടെ സ്കിറ്റാണ്, പിന്നെ റൈസും എടുത്തിട്ടുണ്ട്. എല്ലാം കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. രക്ഷയില്ല കേട്ടോ, നല്ല സൂപ്പർ തണുപ്പാണ്. ഇപ്പം നമ്മൾ ആദ്യം വന്നിട്ട് അവർ ഫുഡ് കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അടിപൊളി ഫുഡായിരുന്നു, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. സീ ഫുഡ് ഉണ്ടായിരുന്നു, മീറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഹലോങ് ബേ വരുന്നത്. ഇതെല്ലാം ലൈം സ്റ്റോൺ ആണ് കേട്ടോ, ഫുള്ളി ലൈം സ്റ്റോൺ ആണ്. നമുക്കിതിൻ്റെ മേളിൽ അപ്പർ ഡെക്കിൽ കയറാൻ പറ്റുമെന്ന് നോക്കാം. അപ്പർ ഡെക്കിൽ സൂപ്പറാണ് കേട്ടോ. അപ്പർ ഡെക്കിൽ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റും. ഇനി ഓരോരോ ഭാഗങ്ങളായിട്ട് കൊണ്ടുപോകും. നമ്മൾ ആ ലൈം സ്റ്റോണിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഗുഹയും ഭാഗങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ടേക്ക് നമ്മളിവർ കൊണ്ടുപോകും. നല്ല രസമല്ലേ. വേൾഡ് ഹെറിറ്റേജിൽ വരുന്ന ഭാഗമാണ് കേട്ടോ. വേൾഡ് ഹെറിറ്റേജിൽ നിന്നാണ് ഹലോങ് ബേ വരുന്നത്. നമ്മളിനിയിപ്പോൾ ആ കാണുന്ന ഐലൻഡിലോട്ട് പോയി ഇറങ്ങും കേട്ടോ. അവിടെ ഇറങ്ങിയിട്ട് ഇനി അവിടെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ കാണും. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഇതിൽ ഹൈക്കിങ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ മലയുടെ മുകളിലേക്ക് കയറാൻ പറ്റും. രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞത് ആ ബീച്ചിനകത്ത് നമുക്ക് ഇറങ്ങിയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഉള്ളല്ലേ. എന്തായാലും നമുക്ക് ആദ്യം ബീച്ചിൻ്റെ ഭാഗത്തോട്ട് പോകും. ഹൈക്കിങ് ചെയ്യാനായിട്ട് മുകളിലേക്ക് കയറണം കേട്ടോ. നമുക്ക് എന്തായാലും കയറിയാലോ, നല്ല രസമല്ലേ. കയറി നോക്കിയിട്ട് വരാം. കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, സിമ്പിളായിട്ട് കയറി പോകാൻ തോന്നും. ഒരുപാട് പേരുണ്ട് കയറാനും തിരിച്ചിറങ്ങാനും അതേപോലെ ആളുണ്ട്. ഓക്കെ, കയറുന്നില്ലല്ലേ, ഇനിയൊന്നും മേളിലോട്ടുണ്ടല്ലോ. എന്തായാലും ഇവിടെ വരെ വന്നേലേ, ബാക്കിയോട് മുകളിലേക്ക് കയറാം. ഓക്കെ, ഫൈനലി ഏറ്റവും മേളിലെത്തി കേട്ടോ. എന്തിനാ അത്രയും ക്ലൈംബ് ചെയ്ത് കയറി നിന്ന് കാണിച്ചത്. ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ അമേസിങ് അല്ലേ. ഞാൻ അത്രയും കയറി വന്നോണ്ട് കേട്ടോ വായിക്കുന്നേ. താഴേക്ക് ഇറങ്ങിപ്പോട്ടെ, ബീച്ചിൻ്റെ ഭാഗത്ത് പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാം. താഴെ ഇറങ്ങി വന്നു കേട്ടോ. വളരെ നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു മേളിൽ കയറുന്നത്. ഇത് കണ്ടോ. ഇനി ഇവിടെ ഒരു ബീച്ചുണ്ട്. ഇവിടുത്തെ ബീച്ചിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ ബോട്ട് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകും. ഓക്കെ, അപ്പം നമുക്കിനി ബോട്ടിനകത്ത് കയറിയിരിക്കാം. ആക്ടിവിറ്റി തന്നെ കേട്ടോ. ഈ ലൈം സ്റ്റോണിൻ്റെ ഈ ഒരു ഭാഗമല്ലേ, അതിൻ്റെ അടിയിൽ കൂടിയുള്ളൊരു ബോട്ടിങ്ങും കയാക്കിങ്ങും ആണ്. നമുക്ക് എന്തായാലും പോയി നോക്കാം അല്ലേ. പക്ഷേ ഷോർട്സൊക്കെ ഇട്ടിട്ട് വരാനായിട്ടാണ് അവർ പറഞ്ഞത്. ഞാൻ തണുപ്പായിട്ട് നല്ല പാൻറ്റൊക്കെ ഇട്ടിട്ടാണ് വന്നത്. എന്നാലും നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും. അവരെ മേടിച്ച് വെച്ചു കേട്ടോ. ഇനി നമ്മൾ നേരെ കയാക്കിങ്ങിനോട്ട് പോവുകയാണ്. എന്താവും നമുക്ക് കണ്ടറിയാം. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടാണ് കേട്ടോ. ഇങ്ങനത്തെ ബോട്ടിൽ വേണമെങ്കിലും നമുക്ക് പോകുമായിരുന്നു. ഞാൻ കയാക്കിങ് ആണ് എടുത്തത്. എന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ, അപ്പോൾ അതായിരിക്കും കുറച്ച് ബെറ്റർ. നമുക്ക് പുള്ളിയെന്നുള്ള ആളാണ് കേട്ടോ. അപ്പോൾ പുള്ളിയും ഞാനും കൂടെയാണ് ഒരു ബോട്ടിനകത്ത് പോകുന്നത്. ആ കാണുന്ന സാധനത്തിനകത്തായിരിക്കും. ഓക്കെ കേട്ടോ. കണ്ടോ, നമ്മളിതിൻ്റെ അകത്തേക്ക് ഇനി കയറി പോകാൻ പോവാം. ഈ ഗുഹയുടെ അകത്തോട്ട് കയറി പോകാൻ പോവാണ്. കുറച്ച് പ്രശ്നമാണ് കേട്ടോ. ക്യാമറ വല്ലതും വെള്ളത്തിൽ പോയാൽ കിട്ടില്ല. എന്തായാലും പറ്റുമെന്ന് നോക്കാം. കുറച്ച് ഷോർട്സ് പറ്റുന്നൊക്കെ ചെയ്തില്ലെങ്കിൽ ഇതേപോലെ കിടക്കും കേട്ടോ. നമ്മൾ രണ്ടും കൂടെ കായാക്കിങ്ങിന് പോയിട്ട് എന്തായാലും തിരിച്ച് വെള്ളത്തിൽ വീഴാതെ എന്തായാലും വന്നു. ഓക്കെ, വെള്ളത്തിൽ വീഴുന്നവരാണ് ഇവിടെ കൂടുതലും. ഭയങ്കര റിസ്ക്. നമ്മൾ രണ്ടും കൂടെ പോയിട്ട് വെള്ളത്തിൽ വീഴാതെ ഒരു പരുവത്തിന് തിരിച്ചു വന്നു കേട്ടോ. ഭാഗ്യം കൊണ്ട് നമ്മൾ വെള്ളത്തിൽ വീണില്ല. ഓക്കെ, വെരി ഹൈ ആണ്. റിസ്ക് ഫാക്ടർ എടുക്കാൻ പറ്റുന്നവർ മാത്രം വരിക. ഇല്ലെങ്കിൽ സാധാ ബോട്ടിന് പോവാം. കായാക്കിങ് എടുത്തുകൊണ്ടാണ് കേട്ടോ ഇത്രയും റിസ്ക്. വല്ലതും പോയാൽ മതിയായിരുന്നു. സ്വസ്ഥമായിട്ട് വീഡിയോ എടുക്കായിരുന്നു. കേവിൻ്റെ അകത്ത് പോയിട്ടുള്ള വിഷ്വൽസും കിട്ടിയാണ്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ കായാക്കിങ്ങിന് വേണ്ടി പോയതല്ലേ. ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നുണ്ടോ, ഇതിലെല്ലാം ബോട്ടിൽ ടൂറിസ്റ്റുകൾ വന്ന ബോട്ടിലാണ്. നമ്മൾ ബോട്ടും അതിൻ്റെ ഇടയിൽ നമുക്ക് ബോട്ടിനകത്ത് പോയിട്ടിരിക്കും. ട്രിപ്പിലെ ഏറ്റവും ലാസ്റ്റ് ഭാഗം കേട്ടോ വരുന്നത്. ഇതൊരു കേവാണ് കണ്ടോ. അങ്ങ് കേവിൻ്റെ മണ്ടയിൽ നമ്മൾ കയറി പോകണം. എല്ലാം കറക്റ്റ് നമ്മുടെ ഹാർബറിൻ്റെ കറക്റ്റ് പൊസിഷൻ. നമ്മൾ വെള്ളത്തിൽ ചവിട്ടാതെ തന്നെ നേരെ നമുക്ക് ഇറങ്ങാൻ പറ്റും കേട്ടോ. അതൊരു ബോട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്. അവരങ്ങനെ പേരാണ് ഇവിടെ എഴുതിച്ചിരിക്കുന്നത് കേട്ടോ. വിയറ്റ്നാമീസ് അല്ലാണ്ട് നമുക്ക് അറിഞ്ഞൂടാ. നേരത്തെ പോലെ നമ്മളിനി ക്ലൈംബ് ചെയ്ത് കയറണമെന്ന് അറിഞ്ഞൂടാ. നോക്കാം. ഇതൊരു കേവിൻ്റെ ഭാഗമാണ് കേട്ടോ. നമ്മൾ വയനാട്ടിലുള്ള ഇടയ്ക്കൽ ഗുഹയൊക്കെ പോലത്തൊരു ഭാഗം. കയറി
ആരെങ്കിലും വിയറ്റ്നാമിൽ വരാനായിട്ട് പ്ലാൻ ചെയ്യുകയോ വരുവാണെങ്കിലോ ഉറപ്പായിട്ടും മിസ്സാവാതെ ഈ ഒരു ഹാലോങ് ബേ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം കേട്ടോ. $50 ഞാൻ ഈ പാക്കേജ് എടുക്കാനായിട്ട് ടോട്ടൽ ആയിട്ടുള്ളത്. $50 വലിയൊരു എമൗണ്ട് അല്ല കേട്ടോ, കാരണം ഫുൾ വർത്താണ്. ബോട്ടിനകത്ത് ഫുഡ് ഉൾപ്പെടെ, അതായത് നമുക്ക് അപ്പ് ആൻഡ് ഡൗണ് നമ്മുടെ ഹോട്ടലിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് നമ്മൾ വൈകുന്നേരം തിരിച്ച് ഈ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് ഡ്രോപ്പ് ചെയ്യുന്ന ചാർജ് ഉൾപ്പെടെയാണ് നമുക്ക് $50 ആയിട്ടുള്ളത്. ഞാൻ ഓൺലൈനിൽ നിന്നാണ് ഇത് ബുക്ക് ചെയ്തത്. ഇന്നലെയാണ് ബുക്ക് ചെയ്തത് കേട്ടോ. നമ്മൾ വരുന്നതിന് 1 മാസം മുന്നേക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ എമൗണ്ട് താഴ്ത്തി കിട്ടും. സാറ്റർഡേയും സൺഡേയും എമൗണ്ട് കൂടുതലായിരിക്കും. വർക്കിംഗ് ഡേയ്സിൽ റേറ്റ് കുറച്ച് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ക്രൂയിസിൻ്റെ ഈ ബോട്ട് നമ്മൾ ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് പിക്കപ്പ് വേണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ബുക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും ഓൺലൈൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരിക്കലും നിങ്ങൾ മിസ് ആവാത്ത ഈ സ്ഥലം വിസിറ്റ് ചെയ്യണം കേട്ടോ. വേൾഡ് ഹെറിറ്റേജിൽ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ഈ ഹാലോങ് ബേ. ഓക്കെ, അപ്പോൾ ബൈ.